Hello all, welcome to Competitive Cracker. I'm Dr. Vidya Vijay. So, NET English exam, വരുന്ന NET English exam ഡിസംബറിൽ നടക്കാൻ പോകുന്ന NET English examന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ഫ്രം ക്രിറ്റിസിസം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ക്രിറ്റിസിസം ഒരു വാസ്റ്റ് ടോപ്പിക് ആണ് ആൻഡ് different types of question can be asked from that particular area. ഇതെല്ലാം നമുക്കറിയാം അല്ലേ? അപ്പം എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഇറലവൻറ്റ് എന്ന് കൺസിഡർ ചെയ്യുന്ന പാർട്ടിൽ നിന്ന് പോലും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഈ പ്രാവശ്യത്തെ നെറ്റ് ഇംഗ്ലീഷ് കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും സബ്ജക്ട് പേപ്പർ വളരെ ഈസി ആയിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റുഡൻസ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പം ഇനി വരുന്ന ഡിസംബറിലേക്ക് അവർക്ക് ഒന്നും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ JRF ക്യാച്ച് ചെയ്യാനായിട്ട് തന്നെ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോങ് ടേം ബാച്ചിലേക്ക്, അതായത് ഞാൻ പറയും എപ്പോഴും എല്ലാവരോടും പറയും, ഈ നെറ്റ് എന്നൊക്കെ പറയുന്നത് 20 ഡേയ്സിനുള്ളിൽ ക്രാക്ക് ചെയ്യാം, 30 ഡേയ്സിനുള്ളിൽ ക്രാക്ക് ചെയ്യാം. എന്താണ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആ സബ്ജക്ട്സിനെ പറ്റിയും സിലബസിനെ പറ്റിയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് എ ലോങ് ടേം പ്രിപ്പറേഷൻ അല്ലേ? അപ്പം നിങ്ങളൊക്കെ ഇപ്പൊ PG പാസ് ഔട്ട് ആയവര്, PGക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ എന്താണ് ഡിസംബറിലെ നെറ്റ് എക്സാം എയിം ചെയ്യുന്നവരെല്ലാം സമയമാകാൻ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഡെയിലി നമ്മൾ ഇത്ര പോർഷൻസ് കവർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ നമുക്കൊരു ബേസിക് ഐഡിയ റിലേറ്റഡ് ടു ദ ടോപ്പിക് കിട്ടും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോക്കസ് ചെയ്യും. ഇതിനെല്ലാം നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലോങ് ടേം ബാച്ച് ആണ് CC നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 150 ഡേയ്സ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ 8086881144. ഇതാണ് നമ്മുടെ കോണ്ടാക്ട് നമ്പർ. അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ലോങ് ടേം ബാച്ചിന്റെ പ്രത്യേകത എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് ഉണ്ടാവും, ഡെയിലി പോർഷൻസ് നമുക്ക് അസൈൻ ചെയ്യും, വീക്ക്ലി എക്സാംസ് നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് PYQ'S ആയിരിക്കും കൂടുതലും നമ്മൾ ലൈവ് ക്ലാസ്സസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലസ് ഒരു പെർട്ടിക്കുലർ വർക്കിൽ നിന്നും ഫോക്കസ് ചെയ്ത് അതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കണക്ട് ചെയ്ത് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തവർക്ക് അതറിയാം അല്ലെ? അപ്പം ഇത്രയും ഒക്കെ കാര്യങ്ങളാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് ഫ്രം criticism. Let's focus on the first question. Okay, here comes your first question. Which of the following critical works was published first? Okay, appo idellam critical works galana. Practical Criticism by I.A. Richards, Sacred Wood by T.S. Eliot, and The Well-Wrought Urn by Cleant Brooks. Then 7 Types of Ambiguity by ആരുടെ ആയിരുന്നു? വില്യം എംസൺ അല്ലെ? അപ്പൊ ഈ 4 വർക്കുകളും അതിന്റെ ഓതേഴ്സും നമുക്ക് ഫെമിലിയർ ആണ്. പക്ഷെ ഇതിൽ ഏതാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു നോ ദ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ഓൾ ദീസ് വർക്ക്സ് അല്ലെ? സോ ദ റൈറ്റ് ആൻസർ ഈസ്, ആദ്യം ഞാൻ ആൻസർ പറയാം എന്നിട്ട് നിങ്ങൾക്ക് ഇയർ ഓഫ് പബ്ലിക്കേഷൻ പറയാം. Okay, so the correct answer is The Sacred Wood. It was published in the year 1920. Okay, so let's move on to the details of the year of publication of the other 3 works. Sacred Wood was published in the year 1920 and Practical Criticism was published in the year 1929. And 7 Types of Ambiguity was published in the year 1930. And The Well-Wrought Urn was published in the year 1947. അപ്പം ഈ ഓതേഴ്സും ഈ ഇയർ ഓഫ് പബ്ലിക്കേഷനും എല്ലാം ഫോക്കസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്താണ് സേക്രഡ് വുഡ് TS എലിയറ്റിന്റെ ആണെന്ന് പറഞ്ഞു, പ്രാക്ടിക്കൽ ക്രിറ്റിസിസം I.A. റിച്ചാർഡ്സ്, വില്യം എംസൺ ആൻഡ് ക്ലിയാന്റ് ബ്രൂക്സ്. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1-ൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. Which pair is incorrectly matched? ഇതും വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സ്ട്രാറ്റജി, ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്.
which pair is incorrectly matched? ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഒരു ഈസിയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം റോമൻ ജക്കോബ്സൺ poetic function, Jan Mugarowski's foregrounding, Victor Shklovsky's defamiliarization, and Mikhail Bakhtin's objective correlative. ഇതെല്ലാം കാണുമ്പം it's very easy to identify which one is incorrectly matched. So, objective correlative is a term associated with the T.S. Eliot, right? So, the right answer is Mikhail Bakhtin, objective correlative. That is incorrectly matched. So, here namukku more information kittunna endana. Poetic function is a concept associated with Roman Jacobson, foregrounding with Mikhailovsky, and defamiliarization with Victor Shklovsky. അപ്പോൾ മിഖായൽ ഭക്തിന്റെ ടോപ്പിക്സുകളായിട്ട് നമുക്ക് പറയാൻ എന്താണ്? പോളിഫണി ഈസ് ദയർ ആൻഡ് കാർണിവലസ്കി ഈസ് ദയർ. ആ കോൺസെപ്റ്റുകളെയൊക്കെ നമുക്ക് അദ്ദേഹവുമായിട്ട് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പം ഇതാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. മിഖായൽ ഭക്തിൻ ഈസ് ദ ഇൻകറക്റ്റ് പെയർ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the anxiety of influence. ആരുടെ കോൺസെപ്റ്റ് ആണ്? ഫസ്റ്റ് ഓഫ് ഓൾ, anxiety of influence is a concept introduced by Harold Bloom, അല്ലെ? And it is primarily concerns the relationship between author and reader, poet and predecessor, text and society, language and ideology. So ഞാൻ പറഞ്ഞു, anxiety of influence, every writer is experiencing that anxiety. അതായത് അവരുടെ ഒറിജിനൽ വർക്ക് ആണെങ്കിൽ പോലും somebody will trace out the influence of some other works or some other authors, അല്ലെ? അപ്പൊ ആ ഒരു anxiety of influence എന്ന് പറയുമ്പോൾ definitely that happens between a poet and his predecessor. So the right answer is poet and predecessor. Okay, so that is the right answer. Okay, ini next question, which work is not by Roland Barthes? Which work is not by Roland Barthes? അദ്ദേഹത്തിന്റെ ഡെത്ത് ഓഫ് ദി ഓതർ എന്നുള്ള ടോപ്പിക് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. എസ്ബാ റിസൾട്ട്, ക്യാമറ ലൂസിഡ, റൈറ്റിംഗ് ഡിഗ്രി 0 and the order of things. ഇത് മൂന്നും അദ്ദേഹത്തിന്റെ വർക്ക് ആണ്, റോളണ്ട് ബാർത്തിന്റെ. But the order of the things is written by Michel Foucault. So, which work is not by എന്നൊരു ഓപ്ഷൻ വരുമ്പോൾ definitely it is the order of things. Order of things. Okay. അതും വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Here comes your next question. Which text introduced the concept of the episteme? Which text introduced the concept of the episteme? Discipline and Punish, The Archaeology of Knowledge, The Order of Things, and History of Sexuality Volume 1. So the right answer is, നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു വർക്കാണ് മിഷൽ ഫൂക്കോയുടെ ഓർഡർ ഓഫ് തിങ്സ്, അല്ലെ? അതിലാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ഓഫ് എപ്പിസ്റ്റീം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതും ക്രിറ്റിസിസം ബേസ്ഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, Michel Foucault, let's have a detailed idea of this particular concept. Michel Foucault introduced the concept of episteme in his 1966 book. So the Order of Things was published in the year 1966. And it is originally published in French as Les Mots et les Choses. That title it's very difficult. He used the term to describe the unconscious underlying framework of thought and knowledge that dictates what a society can think, categorize and accept as truth during a specific historical period. അതായത് എപ്പിസ്റ്റീം എന്ന് പറയുന്നത് അതാണ്, നോളജിനെ, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോളജിനെയാണ് ആ ഒരു ടേം കൊണ്ട് അദ്ദേഹം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, horizon of expectations is associated with. Horizon of expectation, എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ നമ്മുടെ ലൈവ്, നെറ്റിന്റെ ലൈവ് ബൂസ്റ്റർ ബാച്ചിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. Horizon of expectations is associated with
Hans Robert Joss. Okay, Hans Robert Joss. Wolfgang Iser phenomenology, Stanley Fisher reader response criticism അല്ലെ. അപ്പം ഹാൻസ് റോബർട്ട് ജോസ് ആണ്. നോമൻ ഹോളണ്ടിന്റെ കോൺസെപ്റ്റ് പെട്ടെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, സോറി. അപ്പൊ ഹൊറൈസൺ ഓഫ് എക്സ്പെക്ടേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹാൻസ് റോബർട്ട് ജോസ്. ഇനി Hans Robert Joss introduced this concept as a cornerstone of reception theory. So, endana horizon of expectation is actually the cornerstone of reception theory. So, remember one more fact. Reception theory is associated with the Joss. Okay. Then, according to Joss, a text meaning changes over time as subsequent generations of reader approach it with the evolving horizon of expectations. അല്ലെ, അതായത് ഓരോരുത്തർ ഇപ്പൊ ഞാൻ വായിക്കുന്നത് പോലല്ല എൻ്റെ ഒരു യങ്ങർ ജനറേഷനിലെ ഒരു റീഡർ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അതായത് ഹൊറൈസൺ ഓഫ് എക്സ്പെക്ടേഷൻസ് എന്നുള്ളത് കൊണ്ടും അദ്ദേഹം അത് തന്നെയാണ്, അതായത് ഡെഫിനറ്റ്ലി എ ടെക്സ്റ്റ് മീനിങ് ചേഞ്ചസ് ഓവർ ടൈം, ആ ഒരു കോൺസെപ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി again, the next important question, the term heteroglossia belongs to option A, Roman Jakobson, option B, Mikhail Bakhtin, option C, Julia Kristeva, and option D, Jacques Lacan. നമുക്ക് psychoanalytic theory introduce ചെയ്ത Lacan is here, intertextuality introduce ചെയ്ത Kristeva is there, റോമൻ ജേക്കോബ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഫോർമലിസം അല്ലെ, ഭക്തി. സോ ഹെട്രോഗ്ലോസി ഈസ് എ കോൺസെപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് മിഖായൽ ഭക്തി അല്ലെ, അത് നമ്മൾ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. വിച്ച് ക്രിട്ടിക് ഇൻട്രൊഡ്യൂസ്ഡ് മിസ്റീഡിംഗ്, മിസ്പ്രിസിയോൺ ആസ് എ ക്രിയേറ്റീവ് ആക്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഹാരോൾഡ് ബ്ലൂം, സ്റ്റാൻലി ഫിഷ്, വെയിൻ സി ബൂത്ത് ആൻഡ് ജോനാഥൻ കള്ളർ. Which critic introduced the misreading as a creative act? അത് ഒരു ഇമ്പോർട്ടൻറ്റ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. Who introduced that? It is Harold Bloom, none other than Harold Bloom. He introduced misreading as a creative act. Okay, ഇനി he introduced this concept, അതായത് ക്രിയേറ്റീവ് മിസ്റീഡിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, മിസ്പ്രിഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൻസൈറ്റി ഓഫ് ഇൻഫ്ലുവൻസ് എന്നുള്ള വർക്കിലാണ്. നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത വർക്കും കൂടിയാണ് അത്. അപ്പൊ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എക്രിച്ചർ ഫെമിനിൻ ഈസ് ചീഫ്ലി അസോസിയേറ്റഡ് വിത്ത്. തിയറട്ടിക്കൽ ടേംസുകൾ ഒരുപാടുണ്ട് അല്ലെ, അതും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേംസുകൾ, ഇപ്പം പ്രൊനൗൺസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സുകൾ ഉണ്ടാവാം, ബിക്കോസ് അത് ഫ്രഞ്ച് ടേം ആവാം അല്ലെങ്കിൽ ലാറ്റിൻ ടേം ആവാം, അങ്ങനെയുള്ള ടേംസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ജർമ്മൻ ടേംസ് ഉണ്ടാവാം. അപ്പൊ അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് എക്രിച്ചർ ഫെമിനിൻ, ആൻഡ് ഇറ്റ് ഈസ് ചീഫ്ലി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ എലൈൻ ഷോവാൾട്ടർ, ഓപ്ഷൻ ബി ഹെലൻ സിക്ഷോ, ഓപ്ഷൻ സി സാൻഡ്ര ഗിൽബർട്ട് ആൻഡ് ഓപ്ഷൻ ഡി ജൂഡിത്ത് ബട്ട്ലർ. ഈ ഓരോ തിയറിസ്റ്റിനും നമുക്ക് ഓരോരോ കോൺസെപ്റ്റുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ എലൈൻ ഷോവാൾട്ടർ പറയാണ് ടുവേർഡ്സ് ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്നുള്ള വർക്ക് തന്നെ മതി, അതിൽ ഒരുപാട് ഗൈനോക്രിറ്റിക് എന്നുള്ള ടേമും അല്ലെ, ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം അതൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി. ഹെലൻ സെക്ഷോ എന്ന് പറയുമ്പോൾ ലാഫ് ഓഫ് മെഡൂസ എന്നുള്ള ഒരു വർക്ക്, അതിലെ കോൺസെപ്റ്റുകൾ. അതുപോലെ സാൻഡ്ര ഗിൽബർട്ട് ആൻഡ് സൂസൻ ഗൂബറിന്റെ മാഡ് വുമൺ ഇൻ ദി ആറ്റിക്, ജൂഡിത്ത് ബട്ട്ലറിന്റെ ജെൻഡർ അൺഡൂയിങ് ജെൻഡർ, ഇതുപോലുള്ള വർക്കുകൾ. സോ ഇവിടെ എക്രിച്ചർ ഫെമിനിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് none other than ഹെലൻ സിക്ഷോ. ഇത് എക്രിച്ചർ ഫെമിനിൻ മീൻസ് ലിറ്ററൽ മീനിങ് ഈസ് വിമൻസ് റൈറ്റിംഗ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫ്രഞ്ച് ഫെമിനിസ്റ്റ് റൈറ്റർ Helen Sixto in her seminal essay 1975 published ചെയ്ത, so A is missing there, sorry, The Laugh of the Medusa. The Laugh of the Medusa, അതാണ് right word. Okay, the intentional fallacy and the affective fallacy were jointly written by. The intentional fallacy
and the affective fallacy. അതും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ intentional fallacy എന്താണ് അല്ലെങ്കിൽ affective fallacy എന്താണ്, error of reading a work based on the intention and the effect on the reader. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. അപ്പം intentional fallacy and affective fallacy were introduced by Wimsatt and Beardsley. Okay, Wimsatt and Beardsley. So they are the correct writers, theorists associated with these concepts. Next question. Author function is associated with option A, Michel Foucault, option B, Roland Barthes, option C, Jacques Derrida, and option D, Jacques Lacan. Author, what is author എന്നുള്ള ഒരു എസ്സേയിലൂടെ author function, what is author അല്ല, ഓക്കെ, മിഷൽ ഫൂക്കോ ആണ് author function എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു ടൈറ്റിൽ ഒന്ന് എന്നൂടി എനിക്ക് ക്ലിയർ ചെയ്യണം. What is an author? Okay, the term author function introduced by again French philosopher Michel Foucault. He developed and detailed this concept in his famous essay 1969 publish ചെയ്ത lecture ആണ്, and its title is What is an author? What is an author? Clear? ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഓതർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഇന്ന് ക്രിറ്റിസിസം ബേസ്ഡ് ആയിട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്, പക്ഷെ അത് എനിക്ക് തോന്നുന്നു വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ? നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും അതൊരു ഇമ്പോർട്ടൻ്റ്, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ ഫോക്കസ് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ കാണും അല്ലെ? അപ്പം ഇനിയും ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡിസ്കസ് ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പോയിന്റ്സുകൾ ഷെയർ ചെയ്യാനും നമ്മുടെ ലൈവ് ക്ലാസ്സസിലൂടെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ 2026 ഡിസംബറിലെ നെറ്റ് അല്ലെങ്കിൽ JRF എയിം ചെയ്യുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യുക. Once again, I am telling you the number 8086881144. കോണ്ടാക്ട് ചെയ്യുക. ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഡെയിലി പ്രിപ്പറേഷൻ വിൽ ഹെൽപ്പ് യു എ ലോട്ട് അല്ലേ? നമ്മളെ ആ ഒരു ക്ലോസ്, നമ്മുടെ ആ ഒരു നമ്മുടെ ഒരു എയിമിലേക്ക് നമ്മളെ കുറച്ചും കൂടി കൂടുതൽ ഡീപ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ ഇംഗ്ലീഷിനും മലയാളത്തിനും കൊമേഴ്സിനും മാനേജ്മെന്റിനും ഇക്കണോമിക്സിനും പേപ്പർ 1 ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ഈവൻ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ PYQ അനാലിസിസ് അത് നമ്മുടെ ലൈവ് ക്ലാസ്സസിലൂടെ നടത്തും നമ്മൾ. പിന്നെ മോക്ക് എക്സാംസ് ഉണ്ടാവും. കൃത്യമായ ഒരു ഗൈഡൻസ് തരാനായിട്ടൊരു മെന്ററിന്റെ ഹെൽപ്പും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.